ദക്ഷിണ ലേണിംഗിന്റെ ടീം ബേസ്ഡ് അപ്രോച്ചിലെ വേറൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻസ്, ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ട്രീറ്റീസ് എന്ന ടോപ്പിക്കിലാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ 2014 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ ഉത്തരത്തിലേക്ക് നോക്കുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. സോ നമുക്ക് ആദ്യം 2014 ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. 2014 ചോദിച്ചിരിക്കുന്ന ഇഫ് എ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഈസ് ബ്രോട്ട് അണ്ടർ ദി മോൺട്രിയസ് റെക്കോർഡ്, വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? ആൻഡ് 10ാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിത്ത് റെഫറൻസ് ടു എ കൺസർവേഷൻ ഓർഗനൈസേഷൻ കോൾഡ് വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മോൺട്രിയസ് റെക്കോർഡ് എന്താണ് എന്ന് നോക്കാം. 1971 റാംസാർ കൺവെൻഷൻ എന്ന് പറഞ്ഞ് ഇറാനിൽ ഒരു കൺവെൻഷൻ ചേരുന്നുണ്ട്. അതിനെ പറയുന്നതാണ് വൈസ് യൂസ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. എന്താണ് ഈ വൈസ് യൂസ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്? അതായത് ഒരു നമ്മുടെ വെറ്റ്ലാൻഡ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എക്കോളജിക്കൽ ക്യാരക്ടറിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം എപ്പോഴും ചെയ്യേണ്ടത്. അതാണ് വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ കൺവെൻഷനിൽ വന്ന ഒരു റെക്കോർഡാണ് മോൺട്രിയസ് റെക്കോർഡ് എന്ന് പറയുന്നത്. വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്ന ഈ 1971 റാംസാർ കൺവെൻഷനിൽ ഒരു ലിസ്റ്റ് ഓഫ് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് ഒരു കൺട്രി റാംസാർ കൺവെൻഷനിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ആ കൺട്രി അറ്റ്ലീസ്റ്റ് ഒരു സൈറ്റ് എങ്കിലും എന്ത് ചെയ്യണം, വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്യണം. അങ്ങനെ കറന്റ് ഇന്ത്യയുടെ സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഓൾമോസ്റ്റ് 89 റാംസാർ സൈറ്റ്സ് ഉണ്ട് ഓഫ് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആസ് ഓഫ് ഫെബ്രുവരി 2025. ആൻഡ് ഈ മോൺട്രിയസ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ വെറ്റ്ലാൻഡ് ഉണ്ടല്ലോ, ഈ റാംസാർ സൈറ്റിലുള്ള ഈ ലിസ്റ്റ് ഓഫ് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിലുള്ള സൈറ്റുകളിൽ എന്തെങ്കിലും എക്കോളജിക്കൽ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുകയാണ്, ലൈക്ക് ആർ ചേഞ്ച് അല്ലെങ്കിൽ ലൈക്ലി ടു ചേഞ്ച് ഡ്യൂ ടു ഹ്യൂമൻ ഇന്റർവെൻസ്, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമോ ടെക്നോളജിക്കൽ ചേഞ്ച് കാരണമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ കാരണമോ ആ ഒരു വെറ്റ്ലാൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പിടിച്ച് ഒരു രജിസ്റ്ററിൽ ആഡ് ചെയ്യും. ആ രജിസ്റ്ററിന് പറയുന്ന പേരാണ് മോൺട്രിയസ് റെക്കോർഡ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് 3 ഉണ്ടായിരുന്നത്. ചിലിക്ക ലേക്ക് ഉണ്ടായിരുന്നു, ക്യൂലിഡിയോ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്ന ലോക്ടെക് ലേക്ക് മണിപ്പൂരിൽ. ഇപ്പൊ കറന്റ് ചിലിക്ക ലേക്ക് ഇല്ല, കാരണം അത് സസ്റ്റൈനബിളി മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ ആ സൈറ്റിൽ നിന്ന് മാറ്റി. ബാക്കി 2 ഇപ്പൊ എന്തിലുള്ളത്, മോൺട്രിയസ് റെക്കോർഡിൽ ഉള്ളത്. സോ ഇതാണ് മോൺട്രിയസ് റെക്കോർഡ് എന്ന് പറയുന്നത്. നമുക്കിനി ആ ചോദ്യത്തിലോട്ട് നോക്കാം. ഇഫ് എ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഇസ് ബ്രോട്ട് അണ്ടർ ദി മോൺട്രിയസ് റെക്കോർഡ്, വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? Changes in ecological character have occurred, are occurring, or are likely to occur in the wetland as a result of human interference. അപ്പോൾ എ ഓപ്ഷൻ കാണാം, എ ഓപ്ഷൻ തന്നെയാണ് എൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ബി വായിച്ചു നോക്കുക. വെറ്റ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഷുഡ് എനാക്ട് എ ലോ ടു പ്രൊഹിബിറ്റ് എനി ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിത്തിൻ 5 കിലോമീറ്റർ അല്ല. സർവൈവൽ ഓഫ് ദി വെറ്റ്ലാൻഡ് ഡിപ്പെൻഡ് ഓൺ ദി കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് ട്രഡീഷൻ ഓഫ് സർട്ടൻ കമ്മ്യൂണിറ്റി. അതുമല്ല ഇറ്റ് ഈസ് എ ഗിവൺ ദി സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ല. മോൺട്രിയസ് റെക്കോർഡിൽ എന്തുകൊണ്ടാണ് വരുന്നത്, റാംസാർ സൈറ്റിലുള്ള റാംസാർ ലിസ്റ്റിലുള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്കോളജിക്കൽ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുകയാണ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്, പൊല്യൂഷൻ കാരണം വരികയാണെങ്കിൽ വി ആഡ് ഇറ്റ് ടു ദി മോൺട്രിയസ് റെക്കോർഡ്. ആൻഡ് അതാണ് എന്തിന്റെ ഡെഫിനിഷൻ, മോൺട്രിയസ് റെക്കോർഡിന്റെ ഡെഫിനിഷൻ. സോ 10th ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു എ കൺസർവേഷൻ ഓർഗനൈസേഷൻ കോൾഡ് വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? പറഞ്ഞിരിക്കുന്നത് വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കൺസർവേഷൻ ഓർഗനൈസേഷൻ ആണ്. അതിന് കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഏതാണ് ശരി? ഇറ്റ് ഈസ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ ദി കൺട്രീസ് വിച്ച് ആർ സിഗ്നേറ്ററീസ് ടു റാംസാർ കൺവെൻഷൻ. ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. 2 പറഞ്ഞിരിക്കുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് വർക്ക്സ് അറ്റ് ദി ഫീൽഡ് ലെവൽ ടു ഡെവലപ്പ് ആൻഡ് മൊബിലൈസ് നോളജ് ആൻഡ് യൂസ് ദി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ടു അഡ്വക്കേറ്റ് ഫോർ ബെറ്റർ പോളിസീസ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത്, നമ്മൾ പറഞ്ഞപ്പോൾ വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സൈറ്റിനെ കുറിച്ച് പറഞ്ഞില്ല. റാംസാർ കൺവെൻഷൻ പറഞ്ഞു, റാംസാർ കൺവെൻഷന്റെ ലിസ്റ്റ് ഓഫ് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു, മോൺട്രിയസ് റെക്കോർഡ് പറഞ്ഞു. സോ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ല. വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു NGO ആണ് വിച്ച് എയിം ടു കൺസേർവ് ദി വെറ്റ്ലാൻഡ്സ്. ഈ റാംസാർ സൈറ്റ്സുമായിട്ടും അവർ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ല, ഇറ്റ്സ് ആൻ NGO. സോ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അവർ എന്താണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, അവർ ക്ലോസ്ലി അസോസിയേറ്റ് വിത്ത് ദി പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ദി വെറ്റ്ലാൻഡ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഇറ്റ് വർക്ക്സ് അറ്റ് ദി ഫീൽഡ് ലെവൽ ടു ഡെവലപ്പ് ആൻഡ് മൊബിലൈസ് നോളജ് ആൻഡ് യൂസ് ദി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ടു അഡ്വക്കേറ്റ് ഫോർ ബെറ്റർ പോളിസീസ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് എന്താണ്? ബി ആണ്. നമുക്കിനി 6ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. വിത്ത് റെഫറൻസ് ടു ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? സോ അപ്പോൾ ആദ്യം എന്താണ് ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി എന്നുള്ളത് നമുക്കറിയണം. സോ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിനെ പറയുന്നത് തന്നെ ഫാമിലി ഓഫ് ഫണ്ട്സ് ഫോർ ദി എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. ഫാമിലി ഓഫ്
ഫണ്ട്സ് ഫോർ ദി എൻവയോൺമെന്റ്. ഇതിൽ ഈ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ 1981 ഒരു പൈലറ്റ് പ്രോജക്ട് വിത്തിൻ ദി വേൾഡ് ബാങ്ക് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. ആൻഡ് ഈ ഫാമിലി ഓഫ് ഫണ്ട് ഫോർ ദി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, കോംപ്ലക്സ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ചലഞ്ചസ് നേരിടുന്ന ഡെവലപ്പിംഗ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുക, സോ ദാറ്റ് ദേ ക്യാൻ അച്ചീവ് ദി കൺസർവേഷൻ ഗോൾസ്. അവരുടെ കൺസർവേഷൻ ഗോൾസ് എന്ത് ചെയ്യുക, എൻവയോൺമെന്റ് കൺസർവേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നതാണ് എന്തിന്റെ എയിം എന്ന് പറയുന്നത്, ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ എയിം എന്ന് പറയുന്നത്. സോ ഇതിനായിട്ട് 6 ഫണ്ട്സ് ആണ് ഇവർക്ക് ഉള്ളത്. 6 ഫണ്ട്സ്. ഇതിൽ കപ്പാസിറ്റി ബിൽഡിംഗ് ഫണ്ട് ഉണ്ട്, GEFന്റെ തന്നെ ട്രസ്റ്റ് ഫണ്ട് ഉണ്ട്, പിന്നെ വരുന്ന സ്പെഷ്യൽ ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട് വരുന്നുണ്ട്, ലീസ്റ്റ് ഡെവലപ്മെന്റ് കൺട്രീസ് ഫണ്ട് വരുന്നുണ്ട്, 5ാമതായിട്ട് നമ്മുടെ നഗോയോ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റേഷൻ ഫണ്ട് വരുന്നുണ്ട്, പിന്നെ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ഫണ്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ 2 വിച്ച് ഇസ് നഗോയോ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റേഷൻ ഫണ്ടും ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ഫണ്ടും. സോ എന്താണ് നഗോയോ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റേഷൻ ഫണ്ട് എന്ന് പറയുന്നത്? നഗോയോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ നഗോയോ പ്രോട്ടോകോൾ ടു ആക്സസ് ദി ബെനിഫിറ്റ്സ് ഓഫ് genetic resources and the fair and equitable sharing of benefits arising from their utilization എന്നാണ് അതിന് പറയുന്നത് തന്നെ. സോ അതായത് എന്താണ് നഗോയോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, ഇതൊരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളൊരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് CBD. യുടെ CBDയുടെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് ആണ്, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നഗോയോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു മെമ്പർ ആണ് നഗോയോ പ്രോട്ടോകോളിന്റെ. സോ ഞാൻ UNCBD എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് UNCBD? അടുത്ത പഠിക്കേണ്ടപ്പം UNCBD ആണ്. എന്താണ് UNCBD എന്ന് പറയുന്നത്? UNCBD എന്ന് പറയുന്നത് UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ 1992 റയോ സമ്മിറ്റ് നടക്കുന്നുണ്ട് ഇല്ലേ? 1992 റയോ സമ്മിറ്റ് നടക്കുമ്പോൾ അതിൽ 3 സിസ്റ്റർ കൺവെൻഷൻസ് ആണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിൽ ഒന്നാണ് UNCBD, 2 നമ്മൾ പറയുന്നത് UNCCD പറയും, 3ാമത് നമ്മൾ പറയുന്നതാണ് UNFCC. നിങ്ങൾ ഈ 3 കൺവെൻഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അതിലെ ഒരു കൺവെൻഷൻ ആണ് UNCBD എന്ന് പറയുന്നത്. സോ ഇത് 1992 വന്നൊരു കൺവെൻഷൻ ആണ്. ഈ CBDയിൽ 3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളത്. 2 പറയുന്നത് ഇതിന്റെ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കമ്പോണന്റ് എന്നാണ് 2ാമത്തെ ഇവരുടെ എയിം എന്ന് പറയുന്നത്. 3ാമത്തെ എയിം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ഇറ്റ്സ് റിസോഴ്സസ്. സോ ഈ 3 കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത് UNCBDയുടെ എയിം എന്ന് പറയുന്നത്. ഈ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ഞാൻ പറഞ്ഞു, അതിന്റെ 3ാമത്തെയും അത് ലീഗലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നഗോയോ പ്രോട്ടോകോൾ ചെയ്യുന്നത്. സോ നഗോയോ പ്രോട്ടോകോളിന്റെ ഗുണം എന്താ? അത് ബയോപൈറസിനെ പ്രിവെന്റ് ചെയ്യും. എന്താണ് ബയോപൈറസി എന്നുള്ളത്? അപ്പോൾ ബയോപൈറസിനെ എന്തുകൊണ്ട് പ്രിവെന്റ് ചെയ്യും? കാരണം ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് റിസോഴ്സസ് ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻസ് അവർക്ക് റിസീവ് ചെയ്യും. നാച്ചുറൽ റിസോഴ്സിനെ ഫെയർ ആയിട്ട് യൂസ് ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ടും ഇക്വിറ്റബിൾ ആയിട്ടും ഷെയർ ചെയ്യാനും പറ്റും. ഇതാണ് എന്തുകൊണ്ട് എയിം ചെയ്യുന്നത്, നഗോയോ പ്രോട്ടോകോൾ കൊണ്ട് എയിം ചെയ്യുന്നത്. സോ ദാറ്റ്സ് നഗോയോ പ്രോട്ടോകോൾ. UNCBDയിൽ വേറൊരു കാര്യം പഠിക്കേണ്ടത്, UNCBD വരുമ്പോൾ 2 ഫ്രെയിംവർക്സ് ആണ് അന്ന് വരുന്നത്. 2 സപ്ലിമെന്ററി ഫ്രെയിംവർക്സ് ആണ് UNCBDയുടെ ഉള്ളത്. എന്താണ്? ഒന്ന് നഗോയോ പ്രോട്ടോകോൾ ആണ്, 2ാമത്തത് കാർട്ടജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി. ഈ കാർട്ടജീന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ബയോസേഫ്റ്റി, അതായത് ഈ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ സേഫ് യൂസ്, ഹാൻഡ്ലിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് എന്നതാണ് എന്തിൽ പറയുന്നത്, കാർട്ടജീനോ പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി എന്നാണ്. നിങ്ങളുടെ രാജ്യം ഒരു ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിനെ വേറൊരു കൺട്രിയിലോട്ട് അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം, ആ കൺട്രീനെ നിങ്ങൾ പ്രയോറായിട്ട് ഇൻഫോം ചെയ്ത് അവരുടെ കൺസെന്റ് നിങ്ങൾക്ക് വേണം, എങ്കിൽ മാത്രമേ യു ക്യാൻ എക്സ്പോർട്ട് ദാറ്റ് ടു ദാറ്റ് കൺട്രി എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാർട്ടജീനോ പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ കാർട്ടജീനോ പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റിയിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഇൻഫോംഡ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു അഗ്രിമെന്റ് ഉണ്ട്. അതായത് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് ഒരു ലിവിങ് മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് അയക്കുകയാണെങ്കിൽ ദേ ഷുഡ് ബി ഇൻഫോംഡ് ആൻഡ് ദെയർ കൺസെന്റ് ഷുഡ് ബി ഗിവൺ ടു യു, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയക്കാൻ പറ്റൂ. സോ ഇതാണ് ഈ 2 സപ്ലിമെന്ററി ഫ്രെയിംവർക്ക് ആണ് UNCBDയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഒന്ന് നഗോയോ പ്രോട്ടോകോളും 2 കാർട്ടജീന പ്രോട്ടോകോളും. ആൻഡ് ഇപ്പോഴത്തെ 15th COP 2022 തോന്നുന്നു. ഈ 15th COP കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്.
സോ എന്താണ് ഈ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ 30% ഓഫ് ദി ലാൻഡ്, മറൈൻ, അക്വാട്ടിക് എൻവയോൺമെന്റ് അല്ലെങ്കിൽ നേച്ചർ ലോസ്, 30% ഓഫ് ദി നേച്ചർ ലോസ് ഷുഡ് ബി ഹോൾഡ് ആൻഡ് റിവേഴ്സ്ഡ് ബൈ 2030. അതാണ് മെയിൻ. 30% എല്ലാ രീതിയിലുള്ള ടെറിട്ടോറിയൽ, മെറൈൻ, അക്വാട്ടിക് എൻവയോൺമെന്റിൽ എന്തൊക്കെ രീതിയിലുള്ള നേച്ചർ ലോസ് ഉണ്ടോ അതിന്റെ 30% ഹോൾഡ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് എന്ത് ചെയ്യുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ബൈ 2030 എന്നതാണ് എന്തിന്റെ എയിം എന്ന് പറയുന്നത്, ഈ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കിന്റെ എയിം എന്ന് പറയുന്നത്. അത് ഏത് കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ് വന്നത്? CBDയിലെ 15 COP-യിലാണ് വന്നത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നഗോയ പ്രോട്ടോക്കോളിന് വേണ്ടിയിട്ടും അതുപോലെ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കിന് വേണ്ടി 2 ഫണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ആ 2 ഫണ്ടിനെയും കൈകാര്യം ചെയ്യുന്ന ആളാണ് നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി എന്ന് നോക്കി, എന്താണ് UNCBD എന്ന് നോക്കി, എന്താണ് നമ്മുടെ നഗോയ പ്രോട്ടോകോൾ, കാർട്ടജീന പ്രോട്ടോകോൾ എന്ന് നോക്കി. ആൻഡ് സോ നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. ആൻഡ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവര് ഫൈനാൻഷ്യൽ മെക്കാനിസം 6 കൺവെൻഷൻസിനും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 6 കൺവെൻഷൻസിനാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് 6 കൺവെൻഷൻ? ഒന്നെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് UNCBD ആയിരിക്കും, 2 UNCCD ആണ്, 3 UNFCCC ആണ്, 4 കൊടുക്കുന്നത് മിനാമാറ്റ കൺവെൻഷൻ ആണ്, 5 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണ്, ആൻഡ് 6ാമത്തത് വന്നിട്ട് BBNJ-ക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ. സോ ഈ 6 ഫണ്ടുകൾക്ക്, ഈ 6 കൺവെൻഷൻസിൽ നിന്നാണ് ഫൈനാൻഷ്യൽ മെക്കാനിസമായിട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഓരോന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? It serves as a financial mechanism for CBD and UNFCC. കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു 6 കൺവെൻഷൻസിലാണ്, അതിൽ 2 കൺവെൻഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബി സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് അണ്ടർടേക്ക് സയന്റിഫിക് റിസർച്ച് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂ അറ്റ് ഗ്ലോബൽ ലെവൽ. ഇല്ല, അതൊരു ഫാമിലി ഓഫ് ഫണ്ട് ഫോർ എൻവയോൺമെന്റ് ആണ്. അതൊരു ഫൈനാൻഷ്യൽ മെക്കാനിസം മാത്രമാണ്, അല്ലാതെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചോ അനലൈസോ റിപ്പോർട്ട് പബ്ലിഷിങ്ങോ അങ്ങനെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഏജൻസി അണ്ടർ OECD to facilitate the transfer of technology. അതല്ല. സോ എന്താണ് സിയുടെ ഉത്തരം? ഓപ്ഷൻ എ ആണ് സിയുടെ ഉത്തരം എന്ന് പറയുന്നത്. ബ്രിക്സിനെ കുറിച്ച് നമ്മൾ റീജിയണൽ ഗ്രൂപ്പിംഗ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്രിക്സും ബാക്കിയുള്ള റീജിയണൽസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ അപ്പോഴായിരിക്കും. നമ്മൾ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി പറയുമ്പോൾ ഞാൻ 6 കൺവെൻഷനിലാണ് പറഞ്ഞു. ഒരെണ്ണം UNCBD ആണെന്ന് പറഞ്ഞു. UNCBD നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് UNCCD വരുന്നത്, പിന്നെ UNFCCC വരുന്നു, പിന്നെ ഞാൻ പറഞ്ഞു മിനാമാറ്റ കൺവെൻഷൻ ആണ് വരുന്നതെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ആണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റിനെ കുറിച്ചുള്ള, ആൻഡ് ദെൻ ഐ ടോൾഡ് BBNJ ആണ് 6ാമത്തെ ഫൈനാൻഷ്യൽ മെക്കാനിസം എന്ന് പറയുന്നത്. സോ UNCBD വി ഡിസ്കസ്, UNCCD കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. UNFCC നമ്മൾ ക്ലൈമറ്റ് ഓർഗനൈസേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വി ഡീറ്റെയിലി ഡിസ്കസ് അബൌട്ട് UNFCC. ആൻഡ് മിനാമാറ്റ കൺവെൻഷൻ എന്ന് പറയുന്നത് മിനാമാറ്റ കൺവെൻഷൻ ഓൺ മെർക്കുറി എന്നാണ് പറയുന്നത്. അതായത് മിനാമാറ്റ കൺവെൻഷനിൽ ഇത്രേ പറയുന്നുള്ളൂ, മീഥൈൽ മെർക്കുറിയിലെ കൺസെപ്ഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് മിനാമാറ്റ കൺവെൻഷൻ. മിനാമാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് വിച്ച് ഇസ് കോസ്ഡ് ബൈ മീഥൈൽ മെർക്കുറി. സോ അതുകൊണ്ടാണ് മിനാമാറ്റ കൺവെൻഷൻ ഓൺ മെർക്കുറി എന്ന് ഇട്ടിരിക്കുന്നത്. ആൻഡ് ഈ മിനാമാറ്റ കൺവെൻഷൻ ഇവർ പറയുന്നത് എന്താണ്? മെർക്കുറി ബേസ്ഡ് ആയിട്ടുള്ള മൈനിങ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ഔട്ട് ചെയ്യുക ആൻഡ് കുറയ്ക്കുക, ഇതൊക്കെയാണ് എന്തിൽ പറയുന്നത്? മിനാമാറ്റ കൺവെൻഷൻ ഓൺ മെർക്കുറിയിൽ പറയുന്നത്. ഇതുവരെ ഇറ്റ് ഈസ് നോട്ട് യെറ്റ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ്. So that's Minamata Convention for you. Then we have the Stockholm Convention on persistent organic pollutant. Persistent organic pollutant എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട്, അതായത് ഡീഗ്രഡേഷൻ നടക്കാതെ എൻവയോൺമെന്റിൽ അങ്ങനെ തന്നെ നിന്നു പോകുന്ന എന്താണ് പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്നാണ്. ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ദേ ഹാവ് എ ഡർട്ടി ഡെസന്റ് ലിസ്റ്റ് വിച്ച് ഈസ് ദി പൊല്യൂട്ടൻ വിച്ച് ഈസ് like retaining in the environment as such for a very long time. അതിനെയാണ് നമ്മൾ ഡേർട്ടി ഡെസന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ ഡേർട്ടി ഡെസന്റ് ലിസ്റ്റിൽ ഡയോക്സിൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ DDT ഉണ്ട്. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ഈ ഡേർട്ടി ഡെസന്റ് ഒരുപാടുണ്ട്, അതിൽ 2 ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ഡേർട്ടി ഡെസന്റ് ലിസ്റ്റിൽ വരുന്നത്. സോ ദാറ്റ് ഹ്യൂമൻ എൻവയോൺമെന്റ് മാത്രമല്ല ഹ്യൂമന്റെ ഹെൽത്തിനെയും കൂടെ എന്ത് ചെയ്യുക? സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. ഫ്രം ദിസ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻ എന്നതാണ് എന്തിന്റെ എയിം എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക്ഹോം
Convention on Persistent Organic Pollutant Aim. Then you have BBNJ. BBNJ ne kurichu parayanengil we will discuss BBNJ when we take UN close. UN close edukkunna samayathu we will discuss about BBNJ. So namukini UNCCD aanu ipo nammal nokkan povuna main aayittulla karyam. So what is UNCCD? UNCCD ennu parayunnathu United Nations Convention to Combat Desertification ആണ്. UNCCD എന്ന് പറയുന്നത് 1992 നമ്മുടെ റിയോ എർത്ത് സബ്മിറ്റ് നടക്കുന്നുണ്ട്. 1992 റിയോ എർത്ത് സബ്മിറ്റിൽ 3 കൺവെൻഷൻസ് ആണ് വന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ കൂടെ അജണ്ട 21 എന്ന് പറയുന്നിട്ട് ഒരു പ്രോഗ്രാമും കൂടെ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അജണ്ട 21? അജണ്ട 21 എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ റിഗാർഡിംഗ് ടു മാനേജ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൺസെപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ വിച്ച് ദി നേഷൻസ് ഷുഡ് അഡോപ്റ്റ് എന്നുള്ളതായിരുന്നു എന്തിൽ പറയുന്നത് അജണ്ട 21. 21 അജണ്ടയുണ്ട്. അതിൽ അജണ്ട 21 ചാപ്റ്റർ 12 നമുക്ക് ആവശ്യമുള്ള UNCCD കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. ചാപ്റ്റർ 12 ഇവർ പറയുന്നുണ്ട് ഗ്ലോബൽ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ടു കോംബാറ്റ് desertification and land degradation. Global action should be taken to what? To combat desertification and land degradation. So അത് ചാപ്റ്റർ 12 പറഞ്ഞു. ഇതിന്റെ ബേസിസിലാണ് എന്ത് വരുന്നത് നമ്മുടെ UNCCD വരുന്നത്. ആൻഡ് UNCCD ആ 2 റിപ്പോർട്ട്സ് അവർ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്ലോബൽ ഡ്രൗട്ട് അസസ്മെന്റ് റിപ്പോർട്ടും, രണ്ടെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ലാൻഡ് ഔട്ട്ലുക്കും ആണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞ റിപ്പോർട്ടാണ് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. സോ they have 2 ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട്, അല്ല 1 ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട്, മറ്റൊരു റിപ്പോർട്ടും ഇവർ ചെയ്യുന്നുണ്ട്. ആൻഡ് they also publish so many other reports. ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ you can see the list of reports they are publishing. UNCCD ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഇസ് എ മെമ്പർ ഓഫ് UNCCD ആൻഡ് ഇന്ത്യ നാഷണൽ ആക്ഷൻ പ്ലാൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ എന്ന 2022 ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്ലാൻ ആണ് എന്തിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മുടെ UNCCDനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ UNCBDനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആണ് ബയോഡൈവേഴ്സിറ്റി ആക്ട് ഓഫ് 2002. സോ നാഷണൽ ആക്ഷൻ പ്ലാൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷനിൽ പറയുന്നത് വി വിൽ റീസ്റ്റോർ 26 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്, ഡീഗ്രേഡഡ് ലാൻഡ് ബൈ 2030. ഇതാണ് നമ്മുടെ എന്തിൽ വരുന്ന നാഷണൽ ആക്ഷൻ പ്ലാൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 26 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് വിൽ ബി റീസ്റ്റോർഡ് ബൈ 2030. സോ UNCCD വരികയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട വേറൊരു കൺസെപ്റ്റാണ് ലാൻഡ് ഡീഗ്രഡേഷൻ ന്യൂട്രാലിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ SDG ഗോൾ ബൈ 2030 എത്ര 17 എണ്ണം. അതിൽ 15ാമത്തെ ഗോൾ എന്താണ്? ലൈഫ് ഓൺ ലാൻഡ് എന്നാണ്. ഈ ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറയുന്നതിൽ 15.3 ലാൻഡ് ഡീഗ്രഡേഷൻ ന്യൂട്രാലിറ്റി എന്ന കൺസെപ്റ്റ് ഉള്ളത്. ഈ ലാൻഡ് ഡീഗ്രഡേഷൻ ന്യൂട്രാലിറ്റി എന്താണ് പറയുന്നത്? ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ലാൻഡ് ബേസ്ഡ് നാച്ചുറൽ ക്യാപിറ്റൽ ഷുഡ് ബി റീറ്റെയിൻഡ് ഓർ സസ്റ്റൈനബിൾ ഓർ ഷുഡ് ഇൻക്രീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ ദി എൻവയോൺമെന്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. എക്കോളജിക്കൽ ക്യാരക്ടർ ആകട്ടെ, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആകട്ടെ, എന്ത് ചെയ്യാൻ പാടില്ല? ലാൻഡിന്റെ വാല്യൂ, നാച്ചുറൽ ക്യാപിറ്റൽ ഷുഡ് റിമെയിൻ സ്റ്റേബിൾ ഓർ ഇറ്റ് ഷുഡ് ഇൻക്രീസ് എന്നാണ് പറയുന്നത്. എന്ത്? ലാൻഡ് ഡീഗ്രഡേഷൻ ന്യൂട്രാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. ഈ ലാൻഡ് ഡീഗ്രഡേഷൻ ന്യൂട്രാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എൻ ഇനിഷ്യേറ്റീവ് കോൾഡ് ചാങ്വോൺ ഇനിഷ്യേറ്റീവ്. അതാണ് ഈ ലാൻഡ് ഡീഗ്രഡേഷൻ ന്യൂട്രാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദേ ഓൾസോ ഹാവ് കുറെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് UNCCD. നമ്മൾ എല്ലാ ഇനിഷ്യേറ്റീവ്സ് ഒന്നും പറയില്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇനിഷ്യേറ്റീവ്സ് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ബിസിനസ് ഫോർ ലാൻഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ്. ഈ ബിസിനസ് ഫോർ ലാൻഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് ലാൻഡ് മാനേജ് ചെയ്യാം എന്നതാണ് എന്തിൽ ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ഫോർ ലാൻഡ് ഇനിഷ്യേറ്റീവ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ബിസിനസ് ഫോർ ലാൻഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് UNCCD ലോഞ്ച് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു പ്രോഗ്രാം അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് വേറൊരു ഇനിഷ്യേറ്റീവ് പറയുകയാണെങ്കിൽ പീസ് ഫോറസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോറസ്റ്റിനെയും പീസിനെയും സെക്യൂരിറ്റിനെയും കൂടെ ഇന്റർലിങ്ക് ചെയ്തിട്ട് ഇവര് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ പീസ് ഫോറസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇത് UNCCDയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. എന്ത്? പീസ് ഫോറസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് another initiative, we call it as the ഇന്റർനാഷണൽ ഡ്രൗട്ട് റിസൈലിയൻസ് ഇനിഷ്യേറ്റീവ്. ഇന്റർനാഷണൽ IDRI എന്ന് പറഞ്ഞാൽ ഈ ഇനിഷ്യേറ്റീവിൽ ഇന്ത്യ മെമ്പർ അല്ല. ഇതൊരു പൊളിറ്റിക്കൽ കോവാലിഷൻ ആണ്. എന്തിനാണ്? ഡ്രൗട്ട് റിസൈലിയൻസിന് എതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോവാലിഷൻ ആണ്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ദിസ്. അതാണ് അതിൽ ഓർത്തിരിക്കേണ്ടത്. സോ ദീസ് ആർ ദി ഇനിഷ്യേറ്റീവ്സ് ബൈ UNCCD. UNCCDയുടെ റിപ്പോർട്ട് നോക്കി, എന്താണ് UNCCD നോക്കി, എങ്ങനെ UNCCD വന്നു നോക്കി. ആൻഡ് വി ഓൾസോ ഡിസ്കസ് ദി കറന്റ് മേജർ ഇനിഷ്യേറ്റീവ്സ് ഓഫ് UNCCD. അടുത്ത ചോദ്യങ്ങളിലേക്ക് നോക്കാം.
79ാമത്തെ ചോദ്യം നോക്കുക. എർത്ത് അവറിനെ കുറിച്ചാണ്. എർത്ത് അവർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് നോക്കാം. എർത്ത് അവർ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഇറ്റ്സ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് യുനെപ്പ് ആൻഡ് യുനെസ്കോ എന്നാണ് പറഞ്ഞത്. എർത്ത് അവർ എന്ന് പറയുന്നത് നമ്മുടെ WWF നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ല? ഈ WWF-ന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് എന്ത് എർത്ത് അവർ എന്ന് പറയുന്നത്. WWF ഫോം ചെയ്യുന്നത് തന്നെ ഏകദേശം 1961-ലാണ്. ഇതൊരു ലാർജസ്റ്റ് ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, വെറും ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ല, ലാർജസ്റ്റ് ഗവൺമെന്റൽ ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, NGO ആണ് അതിൽ പക്ഷെ കൺട്രീസും ചെറിയ ചെറിയ റോള് പ്ലേ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊരു ഞാൻ ആദ്യം പറഞ്ഞ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അല്ല, ഇതൊരു NGO തന്നെയാണ്. ഈ NGO-യില് ഇത് എയിം ചെയ്യുന്നത് എന്താണ്? നേച്ചർ കൺസർവേഷൻ ആണ് എന്ത് എയിം ചെയ്യുന്നത്? WWF എയിം ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ലാർജസ്റ്റ് നാച്ചുറൽ കൺസർവേഷൻ ഓർഗനൈസേഷൻ. ആൻഡ് ഇവരുടെ ഒരു പ്രോഗ്രാമാണ് എന്ത് എർത്ത് അവർ എന്ന് പറയുന്നത്. എർത്ത് അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ഇയറിൽ ഒരു ദിവസത്തെ 1 മണിക്കൂർ എന്തിനു വേണ്ടി മാറ്റിവെക്കുക? എർത്തിന് വേണ്ടി മാറ്റിവെക്കുക. ടു സ്വിച്ച് ഓഫ് ദി ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എർത്ത് അവർ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേച്ചറിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ 1 മണിക്കൂർ എല്ലാ ഹ്യൂമൻസും ചെലവഴിക്കുക എന്നതാണ് ഇവരുടെ ബേസിക് ആയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഏത് എർത്ത് അവറിലൂടെ. സോ ഇറ്റ്സ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് യുനെപ്പ് ആൻഡ് യുനെസ്കോ എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഇൻ വിച്ച് ദി പാർട്ടിസിപ്പൻസ് സ്വിച്ച് ഓഫ് ദി ലൈറ്റ് ഫോർ 1 hour ഓൺ എ സർട്ടൺ ഡേ എവറി ഇയർ. അത് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ടു റേസ് ദി അവയർനെസ് അബൌട്ട് ദി ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദ നീഡ് ടു സേവ് ദി പ്ലാനറ്റ്. അതിനാണല്ലോ നമ്മൾ 1 മണിക്കൂർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ എന്താണ് ഉത്തരം? C ആണ് 79ന്റെ ആൻസർ എന്ന് പറയുന്നത്. 78 നോക്കുക. 78 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് കുറച്ച് തന്നിട്ടുണ്ട്. ആൻഡ് which of the above has or have a bearing on the biodiversity? So international treaty on plant genetic resource on food and agriculture. ഈ ട്രീറ്റി എന്ന് പറയുന്നത് FAOയുടെ ഒരു ട്രീറ്റിയാണ്, ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. എന്താണെന്നുള്ള അതിൽ തന്നെയുണ്ട് എന്താണ് ജനറ്റിക് റിസോഴ്സസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ട്രീറ്റിയാണ് എന്ത് ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ്. അപ്പൊ അത് എന്താ, അത് ബയോഡൈവേഴ്സിറ്റിയിൽ ബെയറിംഗ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാണുമല്ലോ, എന്തായാലും കാണും. 2 എന്ന് പറയുന്നത് UNCCD ആണ്. അതിനും എന്താണ് ടു കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ. ബയോഡൈവേഴ്സിറ്റി എന്താണ്? ജീവവൈവിധ്യം, അതല്ലേ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. ഈ ബയോഡൈവേഴ്സിറ്റിയിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ് അല്ലേ. സോ 1ഉം 2ഉം 3ഉം എന്താണ്? ഇറ്റ് ഹാവ് എ ബെയറിംഗ് ഓൺ അവർ ബയോഡൈവേഴ്സിറ്റി. 78 എന്ന് പറയുന്നത് ഉത്തരം D ആണ്. 40th സ്റ്റേറ്റ്മെന്റ് നോക്കുക. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഇഷ്യൂ ഓഫ് കൺട്രോൾ ആൻഡ് ഫേസിംഗ് ഔട്ട് ദി യൂസ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അതിൽ നമുക്ക് അറിയാന്നുള്ളത് നമ്മൾ ആകെ നോക്കിയത് നഗോയ പ്രോട്ടോകോൾ ആണ്. നഗോയ പ്രോട്ടോകോൾ അല്ലെന്ന് അറിയാം, കാരണം നഗോയ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞ എപ്പോഴാണ്? UNCBD-യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നഗോയ പ്രോട്ടോകോൾ പറഞ്ഞത്. സോ നമുക്ക് D വെട്ടാം അതിൽ. ബാക്കി 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. വി വിൽ ഡിസ്കസ് ഇറ്റ്. ദെൻ യു കം ടു 43 ക്വസ്റ്റ്യൻ. 43-ൽ വാട്ട് ഈസ് റയോ +20 കോൺഫറൻസ് എന്നാണ്. സോ നമ്മൾ റയോ എന്താണ് എന്നുള്ളത് നോക്കിയായിരുന്നു അല്ലേ. റയോ കോൺഫറൻസ് എന്താണെന്ന് നോക്കിയത്. റയോ കഴിഞ്ഞ് +10 ആൻഡ് +20 എന്ന് പറഞ്ഞ 2 കോൺഫറൻസ് നടക്കുന്നുണ്ട്. +10 കോൺഫറൻസ് എന്ന് പറയുന്നത് റയോ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് എത്രത്തോളം നമ്മൾ കുറെ എയിംസ് പറഞ്ഞു, കുറെ കൺവെൻഷൻസ് കൊണ്ടുവന്നു, അജണ്ടാസ് കൊണ്ടുവന്നു, ഇതൊക്കെ എത്രത്തോളം അച്ചീവ് ചെയ്തു, ഇനി പുതിയ ഗോൾസ് വയ്ക്കണോ വേണ്ടയോ എന്നതൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു കോൺഫറൻസ് ആണ് എന്താ റയോ +10 എന്ന് പറയുന്നത്. റയോ +20 എന്ന് പറയുന്നത് റയോ കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ട് എന്തൊക്കെ ഗോൾസ് മാറ്റണോ അതോ ഇതുവരെയുള്ള ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്തോ എന്നുള്ള ഒരു റിവ്യൂ കൂടെയാണ് എന്ത് റയോ +20 എന്ന് പറഞ്ഞാൽ. ഈ റയോ അറ്റ് സബ്മിറ്റിന് വേറൊരു പേരാണ് UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. റയോ സബ്മിറ്റ് ഞാൻ പറയുന്നുണ്ട്. റയോ അത് നടന്ന സ്ഥലത്തിന്റെ പേരാണ് റയോ, ബ്രസീലിലെ റയോ. പക്ഷെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ ഇതിന്റെ 10 വർഷം കഴിഞ്ഞ് വീണ്ടും അവരൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺഫറൻസ് നടത്തി. 20 വർഷം കഴിഞ്ഞപ്പോൾ they again have a conference on this sustainable development. So now നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. റയോ +20 കോൺഫറൻസ് which is mentioned often in the news, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദി UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതാണ് ഉത്തരം എന്നറിയാം. ഇപ്പോൾ B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിനിസ്ട്രിയൽ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ല. ഇറ്റ് ഈസ് എ കോൺഫറൻസ് ഓഫ് ദി ഇന്റർനാഷണൽ IPCC-യുടെ കോൺഫറൻസ് എന്നാണ് പറയുന്നത്. അല്ല, IPCC എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ IPCC-യുടെ അല്ല. PCC എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ കോൺഫറൻസ് ഒക്കെ വിളിച്ചു വരുത്തി അങ്ങനെ ചെയ്യുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി UNFCCC മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ CBD-യുടെ കോൺഫറൻസ് ആണെന്നാണ് പറയുന്നത്. അല്ല, അത് UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സോ 43-യുടെ ആൻസർ ഇസ് A. സോ നെക്സ്റ്റ് സ്ലൈഡ്, ഇത് വേറൊന്നും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫണ്ടുകളെ കുറിച്ച് കുറെ ചോദിച്ചിട്ടുണ്ട്. ബയോ കാർബൺ ഫണ്ട് എന്നാണ്, ഫോറസ്റ്റ് കാർബൺ പാർട്ണർഷിപ്പ്, വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഇന്ത്യ മെമ്പർ ആയിട്ടുള്ള റീജിയണൽ ഗ്രൂപ്പിംഗ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. വി വിൽ ഡിസ്കസ് ദാറ്റ് ഓൾസോ. എന്നാൽ ഇപ്പൊ പഠിപ്പിച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുക. 13ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി UNCCD? UNCCD നമ്മളിപ്പം എടുത്ത ടോപ്പിക്കാണ്. സോ UNCCD-യുടെ എന്താണ് ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 13ാമത്തേല് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്
It aims to promote effective action through innovative national programs and supportive international partnership. ഒരു ഭയങ്കര ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. UNCCD എന്താണെന്ന് അറിയാവുന്നവർക്ക് നമുക്കത് ശരിയാക്കി എടുക്കാവുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ ഓർ പർട്ടിക്കുലർ ഫോക്കസ് ഓൺ സൗത്ത് ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയൻസ്. സൗത്ത് ഏഷ്യയിലും നോർത്ത് ആഫ്രിക്ക റീജിയനിലും സ്പെഷ്യൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫോക്കസ് ഉണ്ടെന്നാണ് പറയുന്നത് ഏത് CCD-ക്ക്. And its secretariat facilitate the allocation of major portion of its financial resources to these regions. Third statement പറയുന്നത് it is committed to bottom-up approach, encouraging the participation of local people in compacting the desertification. So ഇതിൽ നമുക്കറിയാം ഫസ്റ്റും തേർഡും ശരിയാണെന്നുള്ളത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരിക്കലും UNCCD ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇറ്റ് ഹാവ് എ പർട്ടിക്കുലർ ഫോക്കസ് ഓൺ സർട്ടൺ ഏരിയാസ് ഓർ സർട്ടൺ റീജൻസ്. അഥവാ ഇൻ കേസ് ഫോക്കസ് വേണം എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സൗത്ത് ഏഷ്യയോ നോർത്ത് ആഫ്രിക്കയോ ആയിരിക്കില്ല. ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ വോൾണറബിലിറ്റി അല്ലെങ്കിൽ ലാൻഡ് ഡിഗ്രഡേഷൻ നേരിടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കാമറൂൺ ഐലൻഡ്സ് വരുന്ന സ്ഥലവും അതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സ് വരുന്ന സ്ഥലവും, കാമറൂൺ ഐലൻഡ് അല്ല കരീബിയൻ ഐലൻഡ് വരുന്ന സ്ഥലവും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഐലൻഡ്സ് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ഏറ്റവും കൂടുതൽ എന്തില്ല ക്ലൈമറ്റ് ചേഞ്ചിൽ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. സോ അതിൽ ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ബട്ട് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഫോക്കസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇല്ല. CCD-യിൽ അങ്ങനെ ഒരു ഏരിയ പർട്ടിക്കുലർ ഫോക്കസ് ഇല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഉത്തരം വരുന്നത് 13th ക്വസ്റ്റ്യൻ is C. 1 and 3 ആണ് കറക്റ്റ് ഉത്തരം. 30th ക്വസ്റ്റ്യൻ നോക്കുക. 30th ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓപ്ഷൻ നോക്കുക. സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ നഗോയോ പ്രോട്ടോകോൾ. നഗോയോ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞത് ഏതിലാണ്? UNCBDD-യിലാണ്. അല്ലാതെ എമിഷൻസ് കുറയ്ക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ പൊട്ടൻഷ്യൽ എമിഷൻസ് കുറയ്ക്കണം എന്നൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അതല്ല അതിന്റെ എയിം എന്ന് പറയുന്നത് തന്നെ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയാമെങ്കിൽ തന്നെ യു ഗെറ്റ് ദി ആൻസർ ഓഫ് 33 ആവും. കാരണം 2 വെട്ടിക്കഴിഞ്ഞാൽ യു ഗെറ്റ് ദി ആൻസർ C. Then you have 57 question which is regarding Agenda 21. Agenda 21 പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദി വേൾഡ് സബ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹെൽഡ് ഇൻ ജോഹൻസ്ബർഗ് ഇൻ 2002. നമ്മൾ പറഞ്ഞു Agenda 21 എന്ന് പറയുന്നത് റയോ സബ്മിറ്റിൽ വന്ന ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് വിച്ച് ഹാപ്പൻഡ് ഇൻ നോട്ട് ഇൻ 2002 ബട്ട് ഇറ്റ് ഹാപ്പൻഡ് ഇൻ 1992. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 57ന്റെ ആൻസർ എന്ന് പറയുന്നത് A ആണ്. UNFCCC നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. വി വിൽ ഡിസ്കസ് UNFCCC. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അലയൻസ്, ഇന്ത്യ റാറ്റിഫൈഡ് UN ഹാബിറ്റാറ്റ്, ന്യൂക്ലിയർ സബ്മിറ്റ്, റൂൾ ഓഫ് ലോ, മൊമെന്റം ഫോർ ചേഞ്ച്. 2023 ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2023 79th ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇൻ ഇന്ത്യ ദി ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ആർ കീ ടു ദി റിയലൈസേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് നഗോയോ പ്രോട്ടോകോൾ. ആണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി. നമ്മൾ പറഞ്ഞു എന്താണ് ബയോഡൈവേഴ്സിറ്റി ആക്ട് ഓഫ് 2002 എന്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ നഗോയോ പ്രോട്ടോകോളിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഹാവ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഇൻ ഡിറ്റർമിനിങ് ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് ഇൻക്ലൂഡിംഗ് ദി പവർ ടു ലെവി കളക്ഷൻ ഫീസ് ആൻഡ് ദി ആക്സസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സ് വിത്തിൻ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. നഗോയോ പ്രോട്ടോകോൾ എന്താണ് എന്നറിയാന്നുണ്ടെങ്കിൽ അതിന്റെ ഏകദേശം ഒരു ഡെഫിനിഷൻ പോലെയൊക്കെ തന്നെയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ ഈ 79ന്റെ ആൻസർ C ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. CBDയുടെയും CCDയുടെയും Agenda 21 റയോ സബ്മിറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് എൻവയോൺമെന്റ് ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യും. സോ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ആദ്യം നമ്മൾ UNCCD നമ്മൾ ഡിസ്കസ് ചെയ്തു, UNCBD ഡിസ്കസ് ചെയ്തു, WWF നമ്മൾ ഡിസ്കസ് ചെയ്തു. വി വിൽ ബി ഡിസ്കസിംഗ് ദ റിമൈനിങ്. സോ UNEP ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, സോ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ നോക്കുന്നത് യുനെപ്പിനെ കുറിച്ചാണ്. യുനെപ്പ് എന്ന് പറയുന്നത് 1972 UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയും. ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? യുനെപ്പ് ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് യുനെപ്പ് കുറെ ഇമ്പോർട്ടന്റ് റിപ്പോർട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. വിച്ച് വൺ ഇസ് ഗ്ലോബൽ റിസോഴ്സ് ഔട്ട്ലുക്ക് ഉണ്ട്, ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെന്റ് ഔട്ട്ലുക്ക് ഉണ്ട്, എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം ഉണ്ട്. എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ PM 2.5 PM 2.5ന്റെ ഡേറ്റാബേസ് ആണ് എന്തെന്ന് പറയുന്നത്. അതിന്റെ അനാലിസിസ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആണ് നമ്മുടെ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ യുനെപ്പിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് റിപ്പോർട്ടാണ് നമ്മുടെ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ടും എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ടും. ഇതൊക്കെയാണ് യുനെപ്പിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്. ഇതൊക്കെയാണ് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് ഉണ്ട്, നമ്മുടെ എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് ഉണ്ട്, പിന്നെ ഗ്ലോബൽ റിസോഴ്സ് ഔട്ട്ലുക്ക് ഉണ്ട്, ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെന്റ് ഔട്ട്ലുക്ക് ഉണ്ട്. ദേ ഓൾസോ പ്രൊഡ്യൂസ് ആൻ അനദർ സെറ്റ് ഓഫ് ഇമ്പോർട്ടന്റ് റിപ്പോർട്ട്സ്. ബട്ട് അത് നിങ്ങൾ അവരുടെ തന്നെ സൈറ്റിൽ കയറി നോക്കിയാൽ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് what are the reports they release. പിന്നെ പറയുന്നത് 1979 ഇവർ കുറച്ച് ഇമ്പോർട്ടന്റ് കൺവെൻഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. 1979 ബോൺ കൺവെൻഷൻസും ആൻഡ് 1997 നൈറോബി ഡിക്ലറേഷൻ. 1997 നൈറോബി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അത് പറയുന്ന ഇത്രയേ ഉള്ളൂ.
emphasize the role and functions of UNEP as an organization. ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ അതിന്റെ എന്തൊക്കെയാണ് അത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ആണ് എന്ത് 1997 നൈറോബി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. പിന്നെ യുനെപ്പ് സെക്രട്ടേറിയറ്റും കൂടെ കൊടുക്കുന്നുണ്ട് ഇതിന് സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് സൈറ്റ്സ്? സൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ 1973 വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലീഗലി ബൈൻഡിങ് ട്രീറ്റി ആണ് എന്ത് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ട്രേഡ് ഓഫ് എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറനെ തടയാന്നുള്ളതല്ല, അതിനെ ഒരു പരിധി വരെ കൺസേർവ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക ആൻഡ് പ്രിവെന്റ് ചെയ്യുക എന്നതാണ് എന്തിന്റെ എയിം എന്ന് പറയുന്നത്, സൈറ്റ്സിന്റെ എയിം എന്ന് പറയുന്നത്. സൈറ്റ്സ് പറയുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈറ്റ്സ് ഒരിക്കലും നമ്മുടെ നാഷണൽ ലോന്റെ പ്ലേസ് എടുക്കുന്നില്ല. സൈറ്റ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏത് കൺട്രി ആണോ ആ ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, സൈറ്റ്സിന്റെ ട്രീറ്റി സൈൻ ചെയ്തിട്ടുള്ള ഏതൊരു കൺട്രിയും ആ കൺട്രിയിൽ പോയിട്ട് അവരുടെ ഗവൺമെന്റൽ ലോസ് ആണല്ലോ, എൻവയോൺമെന്റൽ ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രേഡ് ലോസ് ആണല്ലോ, അതിലോട്ട് എന്തിനെ ഇൻകോപ്പറേറ്റ് ചെയ്യണം, സൈറ്റ്സിന്റെ റെഗുലേഷൻസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യണം. സോ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 നമ്മൾ ഇപ്പോൾ അമെൻഡ് ചെയ്തു. അമെൻഡഡ് ഇറ്റ് ഇൻ 2022. എന്തിനാണ് നമ്മൾ അമെൻഡ് ചെയ്തത്? സോ ദാറ്റ് വി ക്യാൻ ഇൻകോപ്പറേറ്റ് ദി റെഗുലേഷൻസ് വിച്ച് വാസ് അണ്ടർ ദി സൈറ്റ്സ്. സോ നമ്മുടെ ഷെഡ്യൂൾസ് ഇപ്പൊ എത്രയാണുള്ളത്? 4 ഷെഡ്യൂളാണുള്ളത്. ആൻഡ് അതിൽ ഒരു ഷെഡ്യൂൾ പെർട്ടിക്കുലർലി ടോക്സ് അബൌട്ട് ദി സൈറ്റ്സ്. ആൻഡ് ഞാൻ പറഞ്ഞു സൈറ്റ്സിന്റെ 3 അനക്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ലിസ്റ്റിലുള്ളതെന്ന് പറയുന്നത് it have the list of species of animals which are threatened with extinction. എക്സ്റ്റിങ്ഷനിൽ ഉള്ള അനിമൽസിന്റെ ലിസ്റ്റ് ആണ് ഇതിലുള്ള ആദ്യത്തെ ലിസ്റ്റിലുള്ള. രണ്ടാമത്തെ ലിസ്റ്റിൽ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് threatened, it's not extinct yet, but it is threatened. എക്സ്റ്റിങ്ക്ട് അല്ല, ബട്ട് ഇറ്റ് ഈസ് threatened. അതിന്റെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആണ് എന്തിൽ പറയുന്നത്, സെക്കൻഡ് ലിസ്റ്റിൽ പറഞ്ഞത്. തേർഡ് ലിസ്റ്റ് വരുമ്പോൾ എന്താണ് പറയുന്നത്? ഒരു കൺട്രി ആവശ്യപ്പെടുകയാണ്, ഓക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വൈൽഡ് സ്പീഷീസ് ഉണ്ട്, ലൈക്ക് ഫോണയാകാം ഫ്ലോറയാകാം, ആൻഡ് വി വാണ്ട് അതർ കൺട്രീസ് ഓൾസോ ടു ഹാവ് എ ട്രേഡ് റെഗുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് സ്പീഷീസ് എന്നതാണ് എന്തിൽ വരുന്നത്, തേർഡിൽ വരുന്നത്. സോ ഫസ്റ്റിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏഷ്യാറ്റിക് ലയണിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. സെക്കൻഡിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബൈസൺസിനെ പറയും. ഇന്ത്യൻ ബൈസൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറയും? അത് എക്സ്റ്റിങ്ഷൻ അല്ല, ബട്ട് ഇറ്റ് ഈസ് ഹാവിംഗ് ത്രെറ്റ്. സോ അതിന്റെ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. തേർഡിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആഫ്രിക്കൻ സിവറ്റ് കാറ്റ് പറയാം. ആഫ്രിക്കൻ സിവറ്റ് കാറ്റ് ബോട്സ്വാനയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ആണ്. സോ ബോട്സ്വാന ആവശ്യപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ തേർഡ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് സൈറ്റ്സ് ഫോർ us. Next we had UNCCD. UNCCD എസ്റ്റാബ്ലിഷ് ചെയ്തത് 1994 1992 റയോ സബ്മിറ്റ് ആണെന്ന് പറഞ്ഞു. came into force on 1994. നമ്മൾ ബാക്കി എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ലാൻഡ് ഡിഗ്രഡേഷൻ ന്യൂട്രാലിറ്റി എന്താണ് ഡിസ്കസ് ചെയ്തു. B4L ഇനിഷ്യേറ്റീവ്, ബിസിനസ് ഫോർ ലാൻഡ് ഇനിഷ്യേറ്റീവ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ചാങ്വോൺ ഇനിഷ്യേറ്റീവ് ഡിസ്കസ് ചെയ്തു. നമ്മൾ വേറെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ യുനെപ്പ് കഴിഞ്ഞു, UNCCD കഴിഞ്ഞു. വി കംസ് ടു IUCN. IUCN എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് ഗവൺമെന്റൽ ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് വിച്ച് പ്ലേ എ പാർട്ട് ഇൻ കൺസർവേഷൻ ഓഫ് ദി എൻവയോൺമെന്റ് ആണ് എന്ത് IUCNന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948 ആണ്. ഇതൊരു ഗ്ലോബൽ എൻവയോൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ബോത്ത് നമ്മുടെ ഗവൺമെന്റലും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും എന്തിന്റെ പാർട്ടാണ്? IUCNന്റെ പാർട്ടാണ്. They have an important list, red list of ecosystem ഉണ്ട്, red list of threatened species ഉണ്ട്, അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. Then IUCN റെഡ് ലിസ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്, ഗ്ലോബൽ എക്കോസിസ്റ്റം ടോപ്പോളജി ഉണ്ട്, വിച്ച് ഡു നത്തിങ്. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ക്ലാസിഫൈ ആൻഡ് മാപ്പ് ഓൾ ദി എക്കോസിസ്റ്റം ദാറ്റ്സ് ഇൻ ദി എർത്ത്. എർത്തിലുള്ള എല്ലാ എക്കോസിസ്റ്റത്തിനെയും ക്ലാസിഫൈ ചെയ്ത് മാപ്പ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്ലോബൽ എക്കോസിസ്റ്റം ടോപ്പോളജി ചെയ്യുന്നത്. ദെൻ വി ഹാവ് എ ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷീസ് ഡേറ്റാബേസ്. എന്താണ്, എന്തൊക്കെ ഇൻവേസീവ് സ്പീഷീസ് ഉണ്ടോ അതിനെ കുറിച്ചുള്ള ഒരു ഡേറ്റാബേസ് ആണ് ഇത്, ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷീസ് ഡേറ്റാബേസ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ലാൻഡന ക്യാമറ ഒരു എക്സാമ്പിൾ ആണ് ഇത്, ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷീസ് ഡേറ്റാബേസിന്റെ. പിന്നെ പറയുന്നതാണ് ഗ്ലോബൽ സ്പീഷീസ് ആക്ഷൻ പ്ലാൻ. ഈ ഗ്ലോബൽ സ്പീഷീസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ UNCBD കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ എന്താണ്, ഗ്ലോബൽ സ്പീഷീസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. Then you have a IUCN green list of protected and conserved areas. Then you have a World Heritage Outlook. ഈ വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഓൾറെഡി നാച്ചുറൽ ഹെറിറ്റേജസ് ഉണ്ട് നമ്മുടെ ഹോൾ എർത്തിൽ. ഈ നാച്ചുറൽ ഹെറിറ്റേജിന്റെ കൺസർവേഷൻ എഫേർട്സിന്റെ ഒക്കെ ഒരു ഇൻഡിപെൻഡന്റ് അസസ്മെന്റ് നടത്തുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ IUCN തൊട്ട് ഗ്രീൻ ലിസ്റ്റ് ഓഫ് പ്രൊട്ടക്ട് ആൻഡ് കൺസർവ്ഡ് തൊട്ട് താഴെ വരെ ഉള്ളതൊക്കെ IUCNന്റെ കൺസർവേഷൻ ടൂൾസ് എന്നാണ് പറയുന്നത്. ആൻഡ് യു ഹാവ്
സോ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. എക്കോലെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗേറ്റ് വേ ടു എൻവയോൺമെന്റ് ലോസ് എന്നാണ് നമ്മൾ എക്കോലെക്സിന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ എക്കോലെക്സിൽ കയറിയിട്ട് ഏതൊരു കൺട്രിയിലും ഒരു എൻവയോൺമെന്റ് ലോ അടിച്ചു നോക്കിയാലും യു ഗെറ്റ് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വാട്ട് ദാറ്റ് ലോ ഇസ്, എന്നത് പാസ് ചെയ്തു, എന്തുകൊണ്ട് അത് പാസ് ചെയ്തു എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ഇപ്പം എക്കോലെക്സിൽ കയറിയിട്ട് നിങ്ങൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ യു ഗെറ്റ് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് what Wildlife Protection Act is. അതാണ് എക്കോലെക്സ്. Then you have an integrated tiger habitat conservation program. പേരിൽ തന്നെ ഉണ്ട്, അതൊരു ടൈഗർ ഹാബിറ്റാറ്റ് കൺസർവേഷൻ പ്രോഗ്രാം ആണ്. സോ സ്റ്റാർട്ട് ചെയ്തത് ടൈഗർ ഹാബിറ്റാറ്റ് ഉള്ള കൺട്രീസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിലും ടൈഗറിന്റെ കൺസർവേഷൻ വെച്ചാണ് അത് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പോലും ഇപ്പം ലെപ്പേർഡും ക്ലൗഡഡ് ലെപ്പേർഡ്സും ഒക്കെ അതിന്റെയൊക്കെ കൺസർവേഷൻസും കൂടെ എന്തിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്റഗ്രേറ്റഡ് ടൈഗർ ഹാബിറ്റാറ്റ് കൺസർവേഷൻ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Then you have a restoration barometer. Restoration barometer എന്ന് പറയുന്നത് നമ്മുടെ ബോൺ ചലഞ്ച് ഇല്ല, അതിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? റിസ്റ്റോറേഷൻ ബാരോമീറ്റർ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ബോൺ ചലഞ്ച് എന്ന് പറയുന്നത്? ബോൺ ചലഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, 2016 നമ്മുടെ ജർമ്മനി IUCN കൂടെ ഇംപ്ലിമെന്റ് ചെയ്തൊരു ചലഞ്ചാണ് എന്താ ബോൺ ചലഞ്ച് എന്ന് പറയുന്നത്. ബോൺ ചലഞ്ചിൽ മെയിൻ ആയിട്ട് അവർ പറയുന്നത് ഏകദേശം 2020 ആവുമ്പോഴത്തേക്കും വി ഹാവ് ടു റീസ്റ്റോർ 150 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്. 150 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഇപ്പോൾ 2020 ആവുമ്പോഴത്തേക്കും റീസ്റ്റോർ ചെയ്യണം. ആൻഡ് 2030 ആകുമ്പോഴത്തേക്കും വി ഹാവ് ടു റീസ്റ്റോർ 350 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്. ഇതാണ് എന്തിൽ പറയുന്നത്? ബോൺ ചലഞ്ചിൽ പറയുന്നത്. സോ കൺട്രീസ് കമ്മിറ്റ് ചെയ്തവരുണ്ട്, ഈ ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ചലഞ്ച് ഏറ്റെടുത്ത കൺട്രീസ് ഉണ്ട്. ആസ് ഓഫ് 2023 ഏകദേശം 210 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് നമ്മൾ ഇതുവരെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ ചലഞ്ചിന്റെ ഭാഗമായിട്ട്. സോ അതായത് ഈ ഗോള് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യും. ആ ടാർഗറ്റ് 2030 വരെ ഒന്നും പോകില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ഇതാണ് ബോൺ ചലഞ്ച്. സോ ഈ ബോൺ ചലഞ്ച് എന്താണ്? ഞാൻ പറഞ്ഞു ലാൻഡ് റീസ്റ്റോറേഷൻ ആണ് ഇതിൽ പറയുന്നത്, അല്ലെങ്കിൽ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ആണ് ഇതിൽ പറയുന്നത്, ഡീഗ്രേഡഡ് ലാൻഡിന്റെ റീസ്റ്റോറേഷൻ. സോ ഇത് ഓരോ കൺട്രീസും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുവരെ ഏറ്റെടുത്തത് നടത്തിയോ, നടത്തിയില്ലേ, എത്രത്തോളം നടത്തി, ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ടൂൾ ആണ് എന്ത്? നമ്മുടെ റീസ്റ്റോറേഷൻ ടൂൾ. ഇറ്റ് ഇസ് ദി ഓൺലി ടൂൾ വിച്ച് അസസ് ദി കൺട്രീസ് ഹൗ മച്ച് ദി ഹാവ് റിസ്റ്റോർഡ് ഇൻ റെസ്പെക്ട് ടു ദി എൻവയോൺമെന്റ്. സോ അതാണ് നമ്മുടെ റിസ്റ്റോറേഷൻ ബാരോമീറ്റർ എന്ന് പറയുന്നത്. സോ IUCN നമ്മൾ നോക്കി. നമുക്ക് അടുത്തത് IMO ആണ്. IMO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ ആണ്. ഇന്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ UN-ന്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ഇറ്റ്സ് UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി. ഈ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി വരുന്നത് 1948 1948 നമ്മുടെ ജനീവയിൽ ഒരു കോൺഫറൻസ് നടക്കും. ആ കോൺഫറൻസിലാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഇൻ 1958. ഇവർക്ക് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവെൻഷൻസ് ഉണ്ട്, ട്രീറ്റീസ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the first one is International Convention for the Prevention of Pollution from Ships of 1973. ഈ 1973 പറയുന്നതിന്റെ വേറൊരു പേരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്ന മിക്കവാറും ഈ ഒരു MARPOL എന്ന പേരിലായിരിക്കും. മാർപോൾ കൺവെൻഷൻ ഓഫ് 1973 എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. അതിന്റെ ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദി പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ഫ്രം ഷിപ്പ്. പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷിപ്പിൽ നിന്നുള്ള പൊല്യൂഷൻസ് എന്ത് ചെയ്യാൻ തടയാം. സോ IMO എന്ന് പറയുന്നത് ഞാനൊരു UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണെന്ന് പറഞ്ഞു. IMO പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? കൺസർവേഷൻ ഓഫ് ദി മറൈൻ ഏരിയ, അതായത് നമ്മുടെ ഷിപ്പ് കാരണം ഉണ്ടാകുന്ന മറൈൻ പൊല്യൂഷനിൽ നിന്നും എയർ പൊല്യൂഷനിൽ നിന്നും എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുക, കൺസേർവ് ചെയ്യുക, നമ്മുടെ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയസിനെ കൺസേർവ് ചെയ്യുക. ആൻഡ് പ്രിവെൻഷൻ ഓഫ് ദി പൊല്യൂഷൻ ഫ്രം മറൈൻ ആൻഡ് എയർ പൊല്യൂഷൻ ഫ്രം ഷിപ്സിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷൻസ് പ്രിവെന്റ് ചെയ്യുക. ഇത് രണ്ടുമാണ് എന്തിന്റെ എയിം എന്ന് പറയുന്നത്? IMOയുടെ. പിന്നെ ഒരു എയിമും കൂടെ ഉണ്ട് IMOയില്, സേഫ്റ്റി ഓഫ് ദി ഷിപ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാരണം ഉണ്ടാകുന്ന സേഫ്റ്റി ആൻഡ് എൻഷുർ ചെയ്യാനുള്ള ആ ഒരു ഫീച്ചേഴ്സും എന്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്? IMO കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതാണ് IMO. സോ ഇത് വെച്ചിട്ടാണ് ഇവർ ഈ കൺവെൻഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്, വിച്ച് ഈസ് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ഫ്രം ഷിപ്സ്. IMO ഉണ്ടാക്കിയതിന്റെ തന്നെ മെയിൻ കാരണം പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ഫ്രം ദി ഷിപ്സ് തടയാനാണ്. സോ അതിനൊരു കൺവെൻഷൻ ഉണ്ട് ഇൻ 1973. താഴത്തെ കൺവെൻഷൻ നോക്കുക, കൺവെൻഷൻ ഓൺ ദി പ്രിവെൻഷൻ ഓഫ് മറൈൻ പൊല്യൂഷൻ ബൈ ഡംപിംഗ് ഓഫ് വേസ്റ്റ് ആൻഡ് അതർ മാറ്റർ ഓൺ 1972. ഇതിന്റെ വേറൊരു പേരാണ് ലണ്ടൻ കൺവെൻഷൻ എന്ന് പറയും. ഈ ലണ്ടൻ കൺവെൻഷൻ ആണ് ആദ്യത്തെ ഇന്റർനാഷണൽ ലീഗലി ബൈൻഡിങ് ട്രീറ്റി റിഗാർഡിംഗ് മറൈൻ പൊല്യൂഷൻ. നമ്മൾ തന്നെ സമ്മതിക്കുന്ന ഒരു ട്രീറ്റിയാണ്. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ബേസിക്കലി ബൈ ഷിപ്സ് കാരണം എന്തുണ്ടാകുന്നുണ്ട്? പൊല്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് അത് നമ്മൾ തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു കൺവെൻഷൻസ് കൊണ്ടുവരികയാണ്. അതിനെയാണ് നമ്മൾ ലണ്ടൻ കൺവെൻഷൻ എന്ന് പറഞ്ഞത്. അതായത് ആദ്യത്തെ ട്രീറ്റി, ആൻഡ് ഇറ്റ്സ് ഇൻ 1972. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? നമ്മുടെ മാർപോൾ കൺവെൻഷൻ വരുന്നത്.
Then you have the particularly sensitive sea areas. എന്താണ് particularly sensitive sea areas? അതായത് ഏറ്റവും vulnerable ആയിട്ടുള്ള marine regionsനെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക ഫ്രം ഫർദർ പൊല്യൂഷൻ ഫ്രം ഹ്യൂമൻസ്. ഹ്യൂമൻസിന്റെ ഫർദർ ആക്ടിവിറ്റീസ് ആണ് വന്ന് വീണ്ടും ഡീഗ്രേഡ് ചെയ്യുന്നതിൽ നിന്നും തടയുക, ആൻഡ് പ്രൊട്ടക്ടിങ് ദിസ് ആൻഡ് കൺസേർവിംഗ് ആൻഡ് റീസ്റ്റോറിംഗ് ദിസ് പെർട്ടിക്കുലർ വൾണറബിൾ മറൈൻ ഏരിയാസ് ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നതും കൂടെയാണ് എന്തിന്റെ എയിം എന്ന് പറയുന്നത്, പെർട്ടിക്കുലർലി സെൻസിറ്റീവ് സീ ഏരിയാസിന്റെ എയിം എന്ന് പറയുന്നത്. Then you have the SOLAS convention. SOLAS convention എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്നതാണ് എന്തിൽ ഉദ്ദേശിക്കുന്നത്, SOLAS conventionൽ ഉദ്ദേശിക്കുന്നത്. സോ SOLAS convention എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഇന്റർനാഷണൽ കൺവെൻഷൻ ആണ്, ഇതും ഒരു ലീഗലി ബൈൻഡിങ് കൺവെൻഷൻ ആണ്. സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഹ്യൂമന്റെ ലൈഫും ബാക്കിയുള്ള മറൈൻ എൻവയോൺമെന്റിന്റെ ലൈഫിനെ എന്ത് ചെയ്യുക, സേഫ് ആക്കുക, അതിന് വേണ്ടിയിട്ടൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോളാസ് കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഹാവ് എ മിനിമം സ്റ്റാൻഡേർഡ്സ് റിഗാർഡിംഗ് ദ സേഫ് ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, മെയിൻ്റനൻസ് ഓഫ് ഷിപ്സ് ആൻഡ് അതർ എക്യുപ്മെന്റ്സ്. അതാണ് സോളാസ് കൺവെൻഷനിൽ പറഞ്ഞത്. സോ ദാറ്റ് ഹ്യൂമൻ ലൈഫ് ക്യാൻ ബി സേവ്ഡ് ആൻഡ് അതർ മറൈൻ ഓർഗാനിസംസ് ലൈഫ് ക്യാൻ ഓൾസോ ബി സേവ്ഡ് ആൻഡ് സേഫ്റ്റി ലെവൽ ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. അടുത്തത് IMDG കോഡ് എന്നാണ് പറയുന്നത്. IMDG കോഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മറൈറ്റൈം ഫോർ ഡേഞ്ചറസ് ഗുഡ്സ്, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹസാർഡസ് ഗുഡ്സ് ആണ് ഇതിൽ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത്. ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷനിൽ ഇതും ചെയ്യാറുണ്ട്, ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാറുണ്ട്. നമുക്കറിയാം ഓയിൽ സ്പില്ലിംഗ് ഒക്കെ നടക്കുന്നത്. സോ ഓയിൽ സ്പില്ലിംഗ് ഹസാർഡസ് ഗുഡ് എന്നല്ല, ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദി മറൈൻ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ ഡേഞ്ചറസ് ഗുഡ്സ് ആയിട്ടുള്ള ഹസാർഡസ് ഗുഡ്സിന് എന്ത് ചെയ്യുക, എങ്ങനെ സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നതിനുള്ള കോഡാണ് ഇതിൽ പറയുന്നത്, IMDG കോഡിൽ പറയുന്നത്. ദെൻ യു ഹാവ് action plan to address marine plastic litter from the ships. Marine plastic litter from the ship ന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനും കൂടെ പറയുന്നുണ്ട്. സോ ദിസ് ഈസ് IMO for you. IMOയിൽ എന്താണെന്ന് പറഞ്ഞു, IMO എന്ന് പറഞ്ഞാൽ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണ്. അതിന്റെ എയിം എന്ന് പറയുന്നത് തന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൊല്യൂഷൻ ഫ്രം ഷിപ്സും എയർ പൊല്യൂഷൻ ഫ്രം ഷിപ്സും എന്ത് ചെയ്യുക, തടയുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും. രണ്ടെന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ദീസ് തിങ്സ് ഡ്യൂ ടു ഷിപ്പിംഗ് ആക്ടിവിറ്റീസ് കാരണമുള്ള പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ കൺസർവേഷനും കൂടെ കൈകാര്യം ചെയ്യുക. അതാണ് എന്താ IMOയുടെ എയിം എന്ന് പറയുന്നത്. Then we discussed about the conventions and what that conventions are about. So നമ്മൾ IMO ഡിസ്കസ് ചെയ്തു, നമ്മൾ IUCN ഡിസ്കസ് ചെയ്തു, we discussed about CITES, we discussed about UNEP. ഇത്രയും കാര്യങ്ങൾ നമ്മൾ UNEP എന്ന് പറഞ്ഞാൽ UN എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. അതൊരു യുഎന്റെ ഒരു പ്രോഗ്രാം ആണ്, യുഎന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല UNEP എന്ന് പറഞ്ഞാൽ. UNEP എന്ന് പറഞ്ഞാൽ യുഎന്റെ ഒരു എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്, യുഎന്റെ ഒരു പ്രോഗ്രാം ആണ് ഇത് UNEP. സോ നമ്മൾ UNEP ഡിസ്കസ് ചെയ്തു, UNCC ഡിസ്കസ് ചെയ്തു, CBD ഡിസ്കസ് ചെയ്തു, WWF ഡിസ്കസ് ചെയ്തു, IUCN ഡിസ്കസ് ചെയ്തു. We will come to UN Forum on Forest. UN Forum on Forest എന്ന് പറയുന്നത് എക്കോസോക്ക് എന്ന് പറയുന്ന യുഎന്റെ ഒരു 5 ആംസ് ഉള്ളതിൽ ഒരെണ്ണമാണ് എന്ത്, എക്കോസോക്ക് എന്ന് പറയുന്നത്. ഈ എക്കോസോക്കിന്റെ തന്നെ ഒരു ഫങ്ഷണൽ കമ്മീഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ UN Forum on Forest, which was established on 2000. ഇവർക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് UN ഫോറസ്റ്റ് ഇൻസ്ട്രുമെന്റും, രണ്ട് ഗ്ലോബൽ ഫോറസ്റ്റ് ഫൈനാൻസിങ് ഫെസിലിറ്റേഷൻ നെറ്റ്വർക്ക്. ഫെസിലിറ്റേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഫൈനാൻസിങ്ങിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ആയിട്ട് എന്താ ഫൈനാൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ഡെവലപ്ഡ് കൺട്രീസിന് ഡെവലപ്പിംഗ് കൺട്രീസിലോട്ടും ദീസ് ഡെവലപ്പിംഗ് കൺട്രീസിലോട്ടും എന്താ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഫണ്ട് എത്തിക്കാൻ പറ്റുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഫൈനാൻസിങ് നെറ്റ്വർക്ക് ഇവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ UN ഫോറസ്റ്റ് ഇൻസ്ട്രുമെന്റ്, അതൊരു നോൺ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ്. അഗ്രിമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നോൺ ലീഗലി ബൈൻഡിങ് ആണ്. ആൻഡ് ഈ ഇൻസ്ട്രുമെന്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോറസ്റ്റിനെ റീസ്റ്റോർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത്, UN ഫോറസ്റ്റ് ഇൻസ്ട്രുമെന്റിൽ പറഞ്ഞത്. സോ ഇത് രണ്ടും വരുന്നത് എന്തിന്റെ കീഴിലാണ്, UN Forum on Forestന്റെ കീഴിലാണ്. Then you have PAGE, പാർട്ട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഫോർ ഗ്രീൻ എക്കോണമി എന്നതാണ് പേജിന്റെ ഫുൾ ഫോം. ഈ പേജ് വരുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഫോർ ഗ്രീൻ എക്കോണമി 2013 ഞാൻ പറഞ്ഞു റയോ പ്ലസ് 10 റയോ പ്ലസ് 20. റയോ പ്ലസ് 20ലാണ് എന്ത് വരുന്നത്, എന്ത് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്, പേജ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഈ പേജ് എന്ന് പറയുന്നത് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്, സർക്കുലർ എക്കോണമി പ്ലസ് ഗ്രീൻ എക്കോണമി. സർക്കുലർ എക്കോണമി മാത്രമല്ല, അതൊരു ഗ്രീൻ എക്കോണമിനെയും കൂടെയാണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2030 ഡ്യൂറിംഗ് ദ റയോ പ്ലസ് 20 കോൺഫറൻസ്. Then you have the ITTO, which is International Tropical Timber Organization. Tropical climate ഉള്ള ട്രോപ്പിക്കൽ റീജിയൻസ് ആയിട്ടുള്ള കൺട്രീസ് കൂടി ചേർന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ITTO. സോ ഇന്ത്യ അഫ്കോഴ്സ് ITTOയിൽ ഒരു മെമ്പർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ UNCTAD. നമ്മൾ ട്രേഡ് ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോഴത്തേക്കും UNCTAD പഠിക്കും, അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, CAT, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് UNCTAD എന്താണ് എന്നുള്ളത് നോക്കും. ബട്ട് കറന്റ്ലി ITTO എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റ് ആംഗിൾ ഉള്ളത് കൊണ്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1986. Then you have IMO, which we discussed detailedly. So ഇതാണ്
എന്താണ് എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ് ഫോർ യു? നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 13ാമത്തെ ചോദ്യം നോക്കുക. UN Invasive Species Specialist Group that develop global invasive species database. Global invasive species database. Which one of the following organization ആണ് ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്? സോ നമ്മൾ ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷീസ് ഡേറ്റാബേസ് പഠിച്ചത് എവിടെയാണ്? ഓർമ്മയുണ്ടോ? IUCN എടുത്തപ്പോഴാണ് നമ്മൾ കൺസർവേഷൻ ടൂൾസിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷീസ് ഡേറ്റാബേസ് പഠിച്ചത്. സോ 13ന്റെ ഉത്തരം എന്ന് പറയുന്നത് A ആണ്. നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മൾ 85 നമ്മൾ ക്ലോസ് നോക്കിയിട്ടില്ല. ഇവൻ ക്ലോസ് നമ്മൾ നോക്കുമ്പോൾ നോക്കാം നമുക്ക്. Then you have ഇതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. കോമൺ കാർബൺ മെട്രിക് ബൈ യുനപ്പ്. യുനപ്പ് നമ്മൾ നോക്കിയതാണ്. സോ കോമൺ കാർബൺ മെട്രിക് സപ്പോർട്ടഡ് ബൈ യുനപ്പ് എന്തിനാണ് ഡെവലപ്പ് ചെയ്തത്? അത് ഉത്തരം A ആണ്. വിച്ച് ഈസ് അസസിംഗ് ദി കാർബൺ ഫുട് പ്രിന്റ് ഓഫ് ബിൽഡിംഗ് ഓപ്പറേഷൻസ് അറൌണ്ട് ദി വേൾഡ്. അതാണ് കോമൺ കാർബൺ മെട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 83 നോക്കുക. പേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഓൺ ഗ്രീൻ എക്കോണമി. അതൊരു UN മെക്കാനിസം ആണെന്ന് പറഞ്ഞു. ടു അസിസ്റ്റ് കൺട്രീസ് ട്രാൻസിഷനിങ് ടുവേർഡ്സ് ഗ്രീനർ ആൻഡ് മോർ ഇൻക്ലൂസീവ് എക്കോണമി. ഗ്രീൻ ആൻഡ് സർക്കുലർ എക്കോണമിയാണ് അത് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു എപ്പോഴാണ് അത് വന്നത്? എമേർജ്ഡ് അറ്റ് വിച്ച് വൺ? നമ്മൾ പറഞ്ഞു Rio+20 എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ പേസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ എർത്ത് സമ്മിറ്റ് ഓൺ 2002 ഇത് Rio+10 കോൺഫറൻസ് ആണ്. സോ അതല്ല. യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 2012. Rio+20 അല്ല, അപ്പം 2012 അത് തന്നെ P ആണ് ഉത്തരം. UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് 2012 അതാണ് ഉത്തരം. ദെൻ UNFCCC ഉണ്ട് 2015 അതല്ല. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് 2016 ന്യൂഡൽഹി അതുമല്ല. സോ പേജ് വന്നത് എപ്പോഴാണ്? Rio+20 ആണെന്ന് പറഞ്ഞു. സോ 2012 ആണ് +20 വരുന്നത്. നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ്. ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കും, ന്യൂക്ലിയർ ആക്ഷൻസിനെ കുറിച്ചും അതിന്റെ ഗ്രൂപ്പിംഗ്സും പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിക്കും. WTO ഒക്കെ നമ്മൾ അപ്പോഴായിരിക്കും എടുക്കുന്നത്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അലയൻസ് ഒക്കെ ക്ലൈമറ്റ് ഫണ്ട്സ് ക്ലൈമറ്റ് ഓർഗനൈസേഷൻസ് എടുക്കുമ്പോൾ എടുക്കും.